മാനവികമായ മൂല്യങ്ങളിൽ നിന്ന് തെന്നിമാറി മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പ്രതിഷേധിക്കും വിധം ക്രൂരരും അക്രമകാരികളുമാകുന്നതിനെക്കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മനുഷ്യനായി വളരാനും വളർത്താനുമാണ് ഇസ്ലാമിൻ്റെ ശ്രമം. തീർച്ചയായും അതിക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സാധിക്കുക മനുഷ്യർക്കാണ്, മൃഗങ്ങൾക്കല്ല. മൃഗങ്ങളുടെ നൈസർഗികമായ ചോദനകൾക്കനുസരിച്ച് അവ ജീവിച്ചു പോകും. ഒരു പുലിക്കൊരു വർഷം 100 മാനുകളെ തിന്നണമെന്നാണ് നിയമം. എന്നുവെച്ചാൽ എങ്കിലേ അവറ്റങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതിന് 600 മാൻ ഒരു പുലിയുടെ ഏകദേശം പരിസരത്തുണ്ടാവണമെന്നും അത് സംബന്ധമായ പഠനങ്ങൾ നമ്മളെ തെര്യപ്പെടുത്തുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നല്ല ശക്തിയുള്ള മൃഗമാണ് ഈ കടുവ. മനുഷ്യൻ്റെ ഏറ്റവും ശക്തിയുള്ള എല്ല് കാലിൻ്റെ തുടയെല്ലാണ്. അതുപോലും കടിച്ച് നമ്മുടെ പിള്ളേർ മിഠായി തിന്നും പോലെ തിന്നാൻ പറ്റും ഈ കടുവയ്ക്ക്. അത്രയ്ക്ക് ശക്തിയാണ് അതിൻ്റെ താടയല്ല്, അത്രയ്ക്ക് ശക്തിയാണ് അതിൻ്റെ പല്ല്. ഇത്രയൊക്കെ ശക്തിയുള്ള ആ ഒരു കാട്ടുമൃഗം ഒരിക്കൽ പോലും തൻ്റെ ആവശ്യത്തിനുള്ള, അത് മാംസഭുക്കാണ്, സ്വാഭാവികമായും അതിന് പുല്ല് തിന്നാൻ പറ്റൂല. അതിൻ്റെ ആവശ്യത്തിനുള്ള മൃഗങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അതിനെ മാത്രം ലക്ഷ്യമിട്ട് പിടിച്ച് കൊണ്ടുവരുന്നു എന്നതിനപ്പുറം തൻ്റെ ശക്തിയും നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള കഴിവൊക്കെ ഉപയോഗിച്ച് എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കൽ ഒരിക്കലും ആ ജന്തുവിൽ നിന്നത് സംഭവിക്കില്ല. പോകുന്ന വഴിയിലുള്ള എല്ലാ മാനിനെയും അടിച്ചു തള്ളിയിടൽ, മാന്തി മുറിപ്പെടുത്തൽ, കടിച്ചു കുടഞ്ഞിടൽ, ഇതൊന്നും സംഭവിക്കൂല. പിന്നെയോ അതിന് ജീവിക്കാൻ ആവശ്യമായ മാംസത്തിന് വേണ്ടി മാത്രം, ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൂട്ടത്തിൽ നിന്നൊന്നിനെ ഒറ്റപ്പെടുത്തി അതിനെ മാത്രം കേന്ദ്രീകരിച്ച് പിടിച്ച് അത് ഭക്ഷണമാക്കുന്നു. ഇതാണ് ജൈവലോകത്തുള്ള മനുഷ്യരല്ലാത്ത എല്ലാ ജന്തുക്കളുടെയും രീതി. മനുഷ്യൻ അങ്ങനെയല്ല, വെറുതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, ആക്രമിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്ന് അറിയുക പോലും ചെയ്യാതെ നിരവധി ആളുകളെ കൊന്നു തള്ളിയേക്കും. മനുഷ്യന് മാത്രമാണിത് സാധ്യം. എന്തുകൊണ്ട്? അവനാണ് ചിന്തിക്കാനുള്ള ശേഷിയുള്ളത്, അവനാണ് കാര്യങ്ങളെ അപ്ഡേഷൻ ചെയ്യാനുള്ള കഴിവുള്ളത്. ഇങ്ങനെ മനുഷ്യരാവരുത് എന്നതുകൊണ്ടാണ് മതം കൃത്യമായ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് നിയമങ്ങൾ സംവിധാനിക്കുന്നത്. ഈ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുക. ഇതിന് വിരുദ്ധമായി ആരൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെയും സമാധാനം നഷ്ടപ്പെടും, അതിക്രമങ്ങൾ ഉണ്ടാകും, ദുഃഖം തളം കെട്ടി നിൽക്കും. അതാണെന്ന് ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അക്രമം, മുൽമ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? ഒരു വസ്തുവിനെ വേണ്ടതല്ലാത്ത രീതിയിൽ അതിൻ്റെ ഓർഡറിലല്ലാതെ വെക്കുന്നതിനാണ് സാധാരണഗതിയിൽ ഭാഷാപരമായ ലുൽമ് എന്ന് പറയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തർത്തീബ്. ക്രമപ്രകാരം ഒരു വസ്തുവിനെ വെക്കുക. ഈ മൈക്ക വെക്കേണ്ട അടുത്ത് മൈക്ക വെക്കുക. മുസാഫ് വെക്കാൻ നമ്മുടെ പള്ളിയിൽ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുണ്ട്, അവിടെ മുസാഫ് മാത്രം വെക്കുക. ഈ കസാര ഇടാൻ ഒരു നിയമമുണ്ട്, അങ്ങനെ തന്നെ ഇടുക. ഇതാണ് തർത്തീബ്. നേരെ മറിച്ച് ഇതിന് വിരുദ്ധമായി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ലുൽമാണ്, അക്രമമാണ്. ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ അവൻ എന്തായിരിക്കണം? വിദ്യാർത്ഥികളുടെ കുറേ ലക്ഷണങ്ങളുണ്ട്. അത് ഭൗതികമായും മതപരമായും വിവിധ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥി ആരാവണമെന്നതിനെ കുറിച്ചൊക്കെ ചില സുഭാഷിതങ്ങളിൽ കാക്കദൃഷ്ടി, കാക്കയുടെ ദൃഷ്ടി, നോട്ടം, അത്ര സൂക്ഷ്മമായ നോട്ടം വേണമെന്ന് പറയുന്നത് കാണാം. ഭഗധ്യാനം, കൊക്കിൻ്റെ ഏകാഗ്രത, ശാനനിദ്ര, നായയെ പോലെ ഉറങ്ങാൻ പറ്റൂ, ഇത്തിരി ഉറക്കം, അത് തന്നെ ആവശ്യത്തിന് അങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും. വസ്ത്രം ജീർണായിരിക്കണം എന്ന് വെച്ചാൽ വസ്ത്രം അടിപൊളിയാക്കി ഒരിത്തിരി ചുളിവ് വരാതെ അത് പിന്നെയും അയൺ ചെയ്ത് അലക്കി തലകെട്ടിനൊക്കെ വേണ്ടി കുറേ ടൈം കളഞ്ഞ് യൂണിഫോം റെഡിയാക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകൾ എടുത്ത് ഇങ്ങനെ ആവാൻ പാടില്ല. അല്പാഹാരം, പാകത്തിനെ ഭക്ഷണവും കഴിക്കാവൂ, ചേത് വിദ്യാർത്ഥി ലക്ഷണ. ഇതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷണം. മതപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥി നല്ല സൂക്ഷ്മശാലിയാവണം. അവൻ പഠിക്കുന്ന ഗ്രന്ഥങ്ങളോടും പഠിപ്പിക്കുന്ന അധ്യാപകനോടും പുസ്തകങ്ങളോടും ഒക്കെ അവന് ആദരവുണ്ടാവണം, ബഹുമാനം കാണിക്കണം. പേന പോലും കാലുകൊണ്ട് എടുക്കാൻ പാടില്ല, നോട്ട് പുസ്തകം കാലുകൊണ്ട് നീക്കി കൊടുക്കാൻ പാടില്ല.
കാലുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതൊരു തരം താഴ്ത്തലാണ്. അതുകൊണ്ടാണല്ലോ കാലൊരാളുടെ മേലെ തട്ടിയാൽ ചിലവരൊക്കെ അങ്ങനെ പിടിക്കണതും മുത്തുന്നതും ഒക്കെ. അപ്പം നമ്മുടെ പഠനോപകരണങ്ങളാകുന്ന പുസ്തകം, നോട്ട് പുസ്തകം, പേന പോലെയുള്ള സാധനങ്ങളൊന്നും കാലുകൊണ്ട് നീട്ടാൻ പാടില്ല, തൊടാൻ പാടില്ല. ക്ഷമ വേണം, സബർ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീരമായ അധ്വാനമാണ്. സാധാരണ ഈ തെങ്ങിന് തുറക്കുന്ന ആളുകൾക്ക് ചിലവാകുന്നതിനേക്കാൾ കലോറി മൂല്യം പഠിക്കുന്ന ബുദ്ധിപരമായ വ്യവഹാരങ്ങളിൽ ചിലവായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും പല പ്രതിസന്ധികളുണ്ടാകും. ഇപ്പോൾ സ്കൂൾ ബസ് കയറുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക്കാണ്. സാധാരണ ലൈൻ ബസ്സാണെങ്കിലോ പറയുകയും വേണ്ട, ക്ഷമ വേണ്ടി വരും, വരി നിൽക്കേണ്ടി വരും, പതിയെ പതിയെ കയറേണ്ടി വരും. പിന്നെയും ഉപദ്രവങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കേണ്ടി വരും. ഇഖ്ലാസും ഫിൽ അമൽ, അമലിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥതയുണ്ടാകണം. ഞാൻ എന്തിനു പഠിക്കുകയാണെന്നുള്ള ലക്ഷ്യം വേണം. അവിടെ മുതാലിമീങ്ങളൊക്കെ ആണെങ്കിൽ ദീനിൻ്റെ ദഅവത്ത് അവരുടെ മനസ്സിൽ കാണണം. മുതാലിമീങ്ങളല്ലാത്ത ഭൗതിക വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ആളുകൾക്കും നല്ലൊരു ഗോള് നിശ്ചയിക്കണം, ഒരു ലക്ഷ്യം നിശ്ചയിക്കണം. ഞാൻ പഠിക്കുന്ന വിഷയത്തിൽ എനിക്ക് ടോപ്പ് റാങ്കിൻ്റെ ആളെയാവണം. ഹിമാലയത്തിലേക്ക് എത്തണം എന്ന് കരുതിയിട്ട് കയറിയില്ല, അതിൻ്റെ മുകളിലെത്തൂല. ഹിമാലയത്തിൽ കയറി ആകാശം തൊടണം എന്ന് കരുതണം, അപ്പോഴേ അതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നല്ലൊരു എഞ്ചിനീയർ ആവണം. കഷ്ടിച്ചൊരു MBBS ഡോക്ടർ പോരാ, അങ്ങനെ കുറേ ഡോക്ടർമാരുണ്ട് ക്ലിനിക്കും തുറന്നിരിക്കുന്നവർ. എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കണമെങ്കിൽ നല്ല ശ്രദ്ധേയനായ ഒരു ഡോക്ടർ ആവണം. കേവലം ഒരു MBBS പോരാ, എനിക്ക് തന്നെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു PG ചെയ്യണം. അതുമേ നിന്നുകൂടാ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് എത്തണം, ഒരു ഓങ്കോളജിസ്റ്റ് ആകണം, കുറേ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം നൽകണം. ഇങ്ങനെ ഇഖ്ലാസോടുകൂടി ഉയർന്ന ചിന്തയിൽ അധ്വാനിക്കണം. പിന്നെ അവർ പ്രവർത്തിച്ച കാര്യങ്ങളിൽ അവർ പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം. അത് ഈ ആത്മീയ വിദ്യയിലൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും. പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഈ ഭൗതികമായ വിഷയങ്ങളിലോ നമ്മൾ റാഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രാധാന്യത്തോടു കൂടി പറയേണ്ട ഒരു സംഗതിയാണത്. ഈ സമയം MC² അപേക്ഷികതാ സിദ്ധാന്തം കെട്ടിമറിഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിക്കും നമ്മൾ. അങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ എല്ലാ സംഗതികളും പഠിപ്പിക്കും. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും നമ്മുടെ സിലബസിൽ വരില്ല, ഒരു കാര്യവും വരില്ല. അപ്പോൾ വെറും ബുദ്ധിമാന്മാരായി ചെകുത്താന്മാരായി മാറും അവർ. ഇതെൻ്റെ പ്രയോഗമല്ല, സർ ആദർശ് വെല്ലസ്ലിയുടെ പ്രയോഗമാണ്. ഒരു കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി, മതവിദ്യ നൽകിയില്ല, ധാർമ്മിക വിദ്യാഭ്യാസം നൽകിയില്ല, മോറലായ ഒരു സംഗതിയും പഠിപ്പിച്ചില്ല. എന്നാൽ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും, പക്ഷെ ചെകുത്താനാകും. വിദ്യാഭ്യാസത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ആരാണ് മനുഷ്യനെന്ന് പഠിപ്പിക്കണം, മനുഷ്യൻ്റെ മൗലികമായ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കണം, ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കണം, അയൽവാസി ആരാണെന്ന് പഠിപ്പിക്കണം, മാതാവിനോടും പിതാവിനോടുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കണം. മാതാവും പിതാവും 4 തലമുറയോട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ, ഏതോ ഒരു മുതുമുത്തച്ഛൻ കുരങ്ങനായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊന്നും പഠിപ്പിക്കാൻ വല്ലാതെ പറ്റൂല. അതല്ലെങ്കിൽ ഈ ജീവിതം മാത്രമാണ് മനുഷ്യനുള്ളത്, അതിൻ്റെ അപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപഹാസ്യമാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കിടയിൽ നാളെയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളോ പഠനങ്ങൾക്കോ ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റും, അതിന് രാഷ്ട്രീയപരമായ സ്വാധീനം ഉണ്ടാകും, സാമ്പത്തികമായ സ്വാധീനം ഉണ്ടാകും. ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ വെച്ച് എനിക്ക് ഊരി രക്ഷപ്പെടാൻ പറ്റും എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. വെറ്റിനറി കോളേജ് പൂക്കോടിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനിടയായി മരണപ്പെട്ടു. ആ കുട്ടിയെ ക്രൂരമായി കൊല ചെയ്ത ആ റാഗിങ് നടത്തിയ വിദ്യാർത്ഥികൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചാൽ മതി. മറ്റു കുട്ടികൾക്ക് മൊത്തം റാഗിങ്ങിന് ഇറങ്ങാൻ സുരക്ഷിതമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ പഠിച്ച വിദ്യ കൊണ്ട് അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമായ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിപ്പിക്കണം. ഇതില്ലാതെ വളരുക. ആരാണ് അമ്മയെന്നറിയില്ല, ആരാ പെങ്ങളെന്നറിയില്ല. അതിൻ്റെ പുറമെ ഇത്തരം സംഗതികൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലെന്നും, മതമാണ് വ്യഭിചാരത്തെ നിരോധിക്കുന്നത്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നൈസർഗികമായൊരു പരിപാടി മാത്രമാണെന്നും, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകാമെന്നും പഠിപ്പിക്കുക മാത്രമല്ല, അതിനെതിരെ നിൽക്കുന്ന ആളുകളെ ബത്സിക്കുക. പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ മതത്തോട് വലിയ താല്പര്യമുള്ള ആളുകൾക്കൊന്നും വല്ലാതെ പിടിച്ചിക്കാൻ പറ്റൂല. ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് അതാണ് ശരിയാക്കും. ഇന്ന രാഷ്ട്രീയക്കാരനൊന്നുമില്ല, ഒട്ടുമിക്ക ന്യൂജൻ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ ഒരു ആദർശമാണുള്ളത്. ചില യുവതുർക്കികളൊക്കെ ഉണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളിൽ, എല്ലാവരും ദൈവനിഷേധികളാണ്. എന്തുകൊണ്ടാണ് അവർ ദൈവനിഷേധം നടത്തുന്നത്? അത് മറ്റൊരു ചർച്ചയാണ്. ദൈവവിശ്വാസം അത്ര മോശമാണോ? അല്ല, ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ നിലനിന്നൊരു മഹാസംഭവമാണത്. പിന്നെ എന്തിനാ അവരെല്ലാവരും കൂടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ റാഗ് ചെയ്യാൻ
ഒരു കുട്ടിയെ കയ്യും കാലും കെട്ടിയിട്ട് വായിലും ശരീരമാസകലവും ലോഷൻ തേച്ച് ടോയ്ലറ്റ് കഴുകുന്ന മാരകമായ രാസവസ്തുക്കളൊക്കെ അടങ്ങിയ സാധനം വായിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരുടെ മാത്സ് പഠിക്കാനുള്ള ബോക്സിൽ നിന്നുള്ള ആ ഒരു സാധനം ഡിവൈഡർ, ആ സാധനം കൊണ്ട് 11 ഇടത്താണ് ഇങ്ങനെ കുത്തുന്നത്. നമുക്ക് കണ്ണ് പൊത്തേണ്ടി വരും ആ സാധനം കാണുകയാണെങ്കിൽ. 11 ഇടത്ത് കുത്തിയിട്ട് അതിൻ്റെ ആ മുന മുഴുവൻ താഴ്ത്തുകയാണ്. എന്നിട്ട് ആ താഴ്ത്തിയ സ്ഥലത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ ചോര പൊടിപ്പിക്കുകയാണ്. ഈ സാധനം കുത്തി താഴ്ത്തിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വട്ടം വരയ്ക്കുകയാണ്. ജീവനുള്ള ഒരു കുട്ടിയുടെ പുറത്ത്, ശരീരത്തിൽ, അവൻ്റെ റീപ്രൊഡക്ഷൻ മേഖലകളിൽ, അവൻ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് എക്സസൈസ് ചെയ്യുന്ന ഡമ്പൽ എടുത്ത് വെക്കുകയാണ്. 1 അല്ല 2 എണ്ണം മേലെ മേലെ ചേർത്തിട്ട്. ഇതിനാണ് റാഗിങ് എന്ന് പറയുന്നത്. ഇത് തന്നെ പോലെയുള്ള ഒരു ജീവിയാണെന്നും വിദ്യാർത്ഥിയാണെന്നും അവനെ എങ്ങനെ വേണം നാം പരിഗണിക്കേണ്ടത് എന്നും പഠിപ്പിക്കാത്ത കാലത്തോളം ഇതങ്ങനെ തന്നെ തുടരും. ഈ ലോകത്തോടു കൂടെ ജീവിതം തീർന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ധൈര്യത്തോടെ എങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ അധ്യാപകന്മാര് കുറേ സാധു മനുഷ്യന്മാരുണ്ട്. നന്നാണെന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂല, വഴക്കറാൻ പറ്റൂല, വടിയെടുക്കാൻ പറ്റൂല, പുറത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയില്ല. ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് പോയിട്ട് മുഖത്തേക്ക് രൂക്ഷമായി 10-11 സെക്കൻഡ് നോക്കിയാൽ പോലും പോക്സോ അനുസരിച്ച് അധ്യാപകൻ അറസ്റ്റിലായി പോകും. ഈ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം വിദ്യാർത്ഥികളെ കുരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെയാക്കി തീർക്കണം. എന്നിട്ട് അവർ സീനിയർമാർ തുടങ്ങിയിട്ട് അങ്ങനെ താഴെയുള്ള ആളുകളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആസ്വദിക്കുന്നു. സാഡിസം എന്നാണ് ഇതിനൊക്കെ പറയാം. ഒരാളെ വേദനിപ്പിച്ച വേദനയിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നതിന് സാഡിസം എന്നാണ് പറയാം. വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ സാഡിസ്റ്റുകളായി മാറുന്നു. രാജ്യത്തെ പുനർനിർമ്മിക്കേണ്ടവരാണ് അവർ. ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടവർ. പക്ഷെ അതിന് പറ്റും നമുക്കൊരിക്കലും തോന്നുന്നില്ല ഇന്നത്തെ യുവാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ. അങ്ങോട്ട് വരാം. നമുക്ക് നന്നായിട്ട് ശ്രദ്ധ വേണം. സമയത്തെ നന്നായിട്ട് പരിഗണിക്കണം. സമയം നന്നായിട്ട് മാനിക്കണം. സമയം നല്ലോണം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ് ഈ സമയത്തിൻ്റെ മൂല്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി അതിൻ്റെ മൂല്യം വർണ്ണിച്ചു. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അധിക ജനങ്ങളും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹമാണ് സമയവും ആരോഗ്യവും. ഇത് രണ്ടുള്ള കാലമാണ് വിദ്യാർത്ഥിക്കാലം. സമയത്തെ നമ്മുടെ പഠന ആവശ്യാർത്ഥത്തിന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സാമൂഹിക സേവനത്തിന് ഉപയോഗപ്പെടുത്തണം. സത്യത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾ സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഞാനത് വിശദീകരിക്കണ്ടല്ലോ. സാന്ദർഭികവശാൽ പലയിടങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടിലെ സ്വന്തം വിദ്യാർത്ഥികളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക. അവർ സമയം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. പിന്നെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ചർച്ചകൾ വരരുത്. അത് വിദ്യാർത്ഥികൾക്കൊന്നും എന്തായാലും വരാൻ പാടില്ല. മതേതര വിദ്യാർത്ഥികളും അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണം. പിന്നെ അല്ലബുത്തു വല്ലിത്ഖാൻ, ഒരു ക്രമം വേണം എല്ലാ വിഷയത്തിലും. ക്രമം. അവൻ്റെ റൂം ക്രമമായിരിക്കണം, മേശപ്പുറം ക്രമമായിരിക്കണം, അവൻ്റെ ഡ്രസ്സ് ക്രമമായിരിക്കണം. ഡിസോർഡർ ഒരു ഓർഡറായി കഴിഞ്ഞാൽ പഠനത്തെ അത് നന്നായിട്ട് ബാധിക്കും. ഒരാളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഡിസോർഡർ ആണെന്ന് വരികിൽ അയാളുടെ പഠനത്തെ നന്നായിട്ട് ബാധിക്കും. മുൻഗണനാക്രമം വേണം. ഏത് ആദ്യം പഠിക്കണം എന്ന്. പരീക്ഷയ്ക്ക് ഒരു മാസമുണ്ട്. ആ ഒരു മാസം ഒന്നിച്ചങ്ങനെ ഏതോ ഒരു വിഷയം പഠിച്ചു. പിന്നെ പരീക്ഷ 1-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം അതാ ഇനിയിപ്പോൾ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ആ പുസ്തകം മൊത്തം പഠിക്കണ്ടേ എന്ന് അന്തം വിട്ടിട്ട് കാര്യമില്ല. സമയത്തെ കൃത്യമായി വിഭജിക്കണം. നമ്മുടെ തസൂഫിന്റെ കിതാബിലൊക്കെ അത് കൃത്യമായിട്ട് പറയണില്ലേ? അതുക്കിയിലൊക്കെ വക്കത്തിനെ കൃത്യമായി നമ്മൾ ഓഹരി വെക്കണം. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ വേണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതൊക്കെ അങ്ങോട്ട് ആയിത്തീരുക. പിന്നെ അവസാനം രാത്രിയാകുമ്പോൾ എന്തൊക്കെയായി. നമ്മളൊരു കൃത്യമായ രീതിയിൽ കണക്കാക്കി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലേറെ ഒരു ദിവസം ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മുൻഗണനാക്രമം ഓരോ സംഗതിക്കും. എന്തിനാണ് ആദ്യം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്? എന്തിനാണ് കൂടുതൽ ടൈം നമ്മൾ കൊടുക്കേണ്ടത്? എന്തിനാണ് കൂടുതൽ അധ്വാനം ചെലവഴിക്കേണ്ടത്? ഇത് ആ രീതിക്ക് തന്നെ കൊണ്ടുപോകണം. എല്ലാം ഒരേപോലെ കാണാൻ പാടില്ല. ഒരു ലൊബത്ത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം വേണം. കുറേ ആളുകളൊക്കെ അങ്ങനെയാണ്. ഈ ഗൾഫിലൊക്കെ ആകുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാവും. അത് കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടെയാണ്. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. രാവിലെ എണീക്കണ്, ഒരു ദിവസം എന്തോന്ന് ചെയ്യണ്, വേറെ ദിവസം വേറെന്തോന്ന് ചെയ്യണ്, 3-ാമത്തെ ദിവസം ഇത് രണ്ടുമില്ലാത്ത മറ്റൊന്ന് ചെയ്യണ്. ഇന്ന സമയത്ത് ഇത്ര, ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആയി കൂടണമാതിരിയൊക്കെ അങ്ങോട്ട് ആയി പോകണ്, ഇത്ര തന്നെ. ഇത് പാടില്ല. ഒരു ലൊബത്ത് വേണം. വിദ്യാർത്ഥിക്ക് മാത്രമല്ല, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നല്ലൊരു ലൊബത്ത് വേണം.
ഒരു കൃത്യത വേണം, ഒരു ഓർഡർ വേണം. അപ്രകാരം കിതാബുകൾ ധാരാളമായി വായിച്ചു കൊണ്ടിരിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് കേൾക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണത്, പുസ്തകം വായിക്കുക എന്നുള്ളത്. പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അരോചകമാണ്. ഇതിനു മുമ്പ് ഞാൻ ഷാർജ ബുക്ക് സ്റ്റാളിലേക്ക് പോയപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥ, ഒരു ചെറുപ്പക്കാരി, എന്തിനാ ഷാർജയ്ക്ക് പോകണമെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഉണ്ട്, അതിനെന്തിനാ പോണ്? ഞാൻ പറഞ്ഞു ബുക്സ് വാങ്ങാൻ. അവർ ബോധം കെട്ടില്ലാന്നേ ഉള്ളൂ. എൻ്റെ എമിഗ്രേഷൻ കുളാവുമായിരുന്നു. അവരുടെ അന്തം വിട്ടിട്ട് ഇപ്പോഴും ബുക്കൊക്കെ വായിക്കലുണ്ടോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാസത്തിൽ ചുരുങ്ങിയത് മാഗസിനൊന്നും അല്ലാതെ 3 ബുക്കെങ്കിലും വായിച്ചിരിക്കും. അവൾക്ക് എന്തോ ഒരു അത്ഭുതം പോലെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം, പഠിക്കുന്ന കാലത്ത് തന്നെ ബുക്ക് എന്ന് കണ്ട വെറുപ്പായിരുന്നു, ഇപ്പം ഇൻസ്റ്റയിൽ കളിക്കല്ലാതെ ബുക്ക് കാണാറേ ഇല്ല എന്ന്. ഇതാണ് അവരുടേതല്ല, മൊത്തം നമ്മുടെ യുവ വിദ്യാർത്ഥികളുടെ രീതി. കുഞ്ഞുണ്ണി മാഷ പാട്ടിനൊന്നും വലിയ പ്രസക്തിയൊന്നുമല്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നൊക്കെ അയാൾ പാടിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി വരുന്ന കൽപ്പന എന്താ? നിസ്കരിക്കുന്നതാണോ, നോമ്പെടുക്കുന്നതാണോ, സ്വലാത്ത് ചൊല്ലുന്നതാണോ, സക്കാത്ത് കൊടുക്കുന്നതാണോ? ഒന്നുമല്ല. ഇഖ്റ, വായിക്കുമെന്നാണ് ഖുർആനിൽ ആദ്യമായി ഇറങ്ങുന്ന വചനം. അള്ളാനെ പരിചയപ്പെടുത്തുന്നത് പോലും പിന്നെയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എത്ര കഴിഞ്ഞിട്ടാ സയ്യിദുൽ ആയാത്ത് അൽ ബഖറയുടെ 255 ഇറങ്ങുന്നത്. ഇഖ്റ, വായിക്കുമെന്നാണ് ഖുർആനിൽ ആദ്യം പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ ആത്മീയമായി നല്ല പുരോഗതി ഉണ്ടാകും. പൂർവികരാകുന്ന നല്ല മനുഷ്യരുടെ കഥകൾ, ചരിത്രങ്ങളുള്ള പുസ്തകം വായിക്കണം. നമ്മളൊരു ഗുരുവിനോടൊപ്പം നിന്നതുപോലെ അനുഭവപ്പെടും. നമ്മളൊരു ഗുരുവിനോടൊപ്പം നിന്നതുപോലെ അനുഭവപ്പെടും. ഇഹ്യാ ഉലൂമുദ്ദീൻ എത്രമേൽ മനോഹരം! അതിന് 2-3 ടൈപ്പിലുള്ള പരിഭാഷ ലഭ്യമാണ് മലയാള ഭാഷയിൽ തന്നെ. അടയാളം വെച്ച് വായിച്ചു കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ സംസ്കൃതരാകുന്നത് നമുക്ക് കാണാൻ പറ്റും. മഹാന്മാരാവുന്ന കുറേ ഗുരുക്കളുടെ ചരിത്രവും കഥയും നമുക്ക് കാണാം. ഈ ഉലൂമുദ്ദീനിൽ തന്നെ ഇമാം ഗസാലി ഉദ്ധരിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രമുണ്ട്. ശിഷ്യരോടൊപ്പം അവിടുന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞൊരു പട്ടിയുടെ കബദ്ധം, ജഡം കാണുന്നു. ശിഷ്യരൊക്കെ ഇങ്ങനെ ഓരോ വൃത്തികേട് പറയണേ, നിറച്ച് പുഴുക്കൾ, എന്തൊരു ദുർഗന്ധം, കാണാനേ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പട്ടിയുടെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ അക്ഷോഭിനായി നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, എന്ത് മനോഹരമായ പല്ലുകളെന്ന്. പട്ടി ചീഞ്ഞളിഞ്ഞിട്ടുണ്ട്, ദുർഗന്ധം വരുന്നുണ്ട്, പുഴുവരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ പല്ല് മനോഹരമായി വെളുത്ത് സുന്ദരമായി വരി ഒത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മാനസിക വളർച്ച വരാത്ത ഒരാൾക്ക് ഈ വൃത്തികേടെ കാണാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് മാനസികമായി പൂർണ്ണതയിലേക്ക് എത്തിയ ഒരു ഗുരുവിന് ആ ഒരു ദുർഗന്ധം വമിക്കുന്ന ജഡത്തിൽ നിന്നും നന്മ കാണാനാകുന്നു. ഈ ചരിത്രം വായിച്ച ഒരാൾക്ക് നമ്മുടെ സഹപ്രവർത്തകനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ അവൻ്റെ നന്മയെ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഈ ചരിത്രം വായിച്ച ഒരു അധ്യാപകന് വിദ്യാർത്ഥിയിൽ നിന്ന് എന്തെങ്കിലും അപാകം സംഭവിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനും പിന്നെയും നന്മയിലേക്ക് കൊണ്ടുവരാനും കഴിയും. അതുകൊണ്ടാണ് ഈ ഗുരുക്കളുടെ കഥകളൊക്കെ നമ്മൾ വായിക്കേണ്ടത്. 3-4 മഹാഭ്യാസികൾ ഒരു വലിയ സ്വാത്വിക ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഓരോരുത്തരുടെയും കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു കഥ ഉണ്ട്. അവർ പോയിട്ട് പറയണത് എന്താണ്? ഗുരു, എനിക്ക് പക്ഷികളെ പോലെ പാറാൻ പറ്റും. ഒരാൾ അദ്ദേഹം അക്ഷോഭനായിട്ട് അങ്ങനെ ഇരുന്നു. ഒരാൾ, എനിക്ക് ഈ മത്സ്യങ്ങളെപ്പോലെ കടലിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് പോകാൻ പറ്റും. അദ്ദേഹത്തിൽ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. മറ്റൊരാൾ, എനിക്ക് മരത്തിലൂടെ ചാടി ഓടി കയറി ഇറങ്ങാൻ പറ്റും. അദ്ദേഹം തൻ്റെ പണിയിട്ട് അങ്ങനെ ഇരുന്നു, അക്ഷോഭനായിട്ടിരുന്നു. ഈ 3 പേരും കഴിവൊക്കെ തെളിയിക്കാൻ വന്ന 3 പേരും ഇത് കേൾക്കുന്നതോടുകൂടെ ഗുരു നമ്മൾ ആവാഹിക്കുമെന്ന്, കൂട്ടത്തിൽ ചേർക്കുമെന്ന് വലിയ ശിഷ്യന്മാരായി അംഗീകരിക്കുന്നു കരുതിയ ഈ ചങ്ങാതിമാർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. പിന്നെ ആ ഗുരുവിൻ്റെ പഴയ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവർ വലിയ കഴിവൊക്കെ പറഞ്ഞിട്ട് എന്തേ തീരെ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു? അദ്ദേഹം പറയുന്നത്, ആകാശത്തൂടെ പറക്കാൻ പറ്റുന്ന ഒരുത്തം പറഞ്ഞത് ചെറിയ കിളികളും പൂമ്പാറ്റകളും തുമ്പികളൊക്കെ ചെയ്യുന്ന പരിപാടിയല്ലേ, അത് ഇത്ര വലിയ സംഗതിയാണോ? ഊളിയിടാൻ പറ്റുമെന്നാണ് പറയണത്. പരൽമീന് വരെ അത് സാധ്യമാണ്, വലിയ സംഗതിയാണത്. മരത്തിലേക്ക് ഓടിക്കയറും, എല്ലാ കുരങ്ങും അതന്നെയല്ല ചെയ്യണത്. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ സംഗതിയാകാൻ പറ്റിയപ്പോഴും ഞാനൊരു നല്ല മനുഷ്യനാണ്, എനിക്ക് മനുഷ്യനാകാൻ പറ്റിയെന്ന് പറയാൻ ആർക്കും പറ്റിയില്ലല്ലോ എന്നാണ് ഗുരുവിൻ്റെ പ്രശ്നം. കുരങ്ങനാകാൻ പറ്റുന്നുണ്ട്, പറക്കാൻ പറ്റുന്നുണ്ട്, മീനായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്, പക്ഷേ മനുഷ്യനാകാൻ പറ്റിയില്ലല്ലോ. ഇതായിരുന്നു ആ ഗുരുവിൻ്റെ ചിന്ത.
പുസ്തകങ്ങൾ വായിക്കുക. ഒന്ന് വിജ്ഞാനം നേടാനുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഫിഖ്ഹിൻ്റെയും അഖീദയുടേതുമൊക്കെ പഴച്ചു പോകാതിരിക്കാൻ വളരെ ആവശ്യമാണ്. നിസ്കാരം പഴക്കാതിരിക്കാൻ, നോമ്പ് പഴക്കാതിരിക്കാൻ, സക്കാത്ത് പഴക്കാതിരിക്കാൻ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഇസ്ലാമിലെ സാമ്പത്തിക ക്രമങ്ങൾ ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദിൻ്റെ, നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് അറിയണത് തന്നെ. കുറേ ചെറുപ്പത്തിൽ വായിച്ചതാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട്, അതിന് സക്കാത്തുണ്ടോ, ഇതുണ്ടോ ഇങ്ങനത്തെ സംഗതികളൊക്കെ. അപ്പോൾ വിജ്ഞാനം കരസ്ഥാക്കാനുള്ള വായനയുണ്ട്, നമുക്ക് ആസ്വദിക്കാനുള്ള വായനകളുണ്ട്, നല്ല മനസ്സിന് പ്രചോദനം നൽകുന്ന കഥകൾ, അങ്ങനത്തെ നിർമ്മിത കഥകളൊക്കെ വായിക്കാം. മനുഷ്യന് എന്തെങ്കിലും ദോഷ്യം വരുത്താത്ത, അതായത് ഈ ലൈംഗികമായ മോഹങ്ങൾ ഉണ്ടാക്കാത്ത, അന്യ പെണ്ണിൽ ആകർഷണം തോന്നിക്കാത്ത, നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന, സാഹിത്യം പഠിക്കാൻ പറ്റുന്ന ആ പുസ്തകങ്ങളൊക്കെ വായിക്കാം. അപ്രകാരം പൂർവികരുടെ ചരിത്രങ്ങൾ വായിക്കുക. നമ്മളുടെ പാഠം ഉൾക്കൊണ്ടും ഒരു ഗുരു നമ്മളെടുത്തുള്ളത് പോലെ ഉണ്ടാകും. പിന്നെ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കൽ വിദ്യാർത്ഥിയുടെ ഒരാവശ്യത. നല്ല കൂട്ടുകാരനാവണം, അല്ലെങ്കിൽ പഴപ്പിച്ചു പോകും. ദുഃഖത്തോടുകൂടെ വിളിച്ചു പറയുന്ന ചില രംഗങ്ങളൊക്കെ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. സൂറത്തുൽ ഇസ്രായിന്റെ 27 മുതൽ നമുക്ക് കാണാം. യൗമ യഅ്ളുൽ ആലിമു അലാ യദൈ, രണ്ട് കൈയും കടിക്കും, മോച്ചാനിച്ചു നിൽക്കും അള്ളാഹുവിന്റെ മുന്നിൽ. യഖൂലു യാ ലൈതനി ഇത്തഖഅ്തു മഅർ റസൂലി സബീല, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് വിലപിക്കും. യാ ഹസ്രത്ത, എന്തൊരു പരാജയം, എന്തൊരു നഷ്ടം. ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ കൂട്ടുകാരനായി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി, അവനാണ് എനിക്ക് MDMA പരിചയപ്പെടുത്തിയത്, അവനാണ് എന്നെ ആദ്യമായി മദ്യപിപ്പിച്ചത്, അവനാണ് എന്നെ ആദ്യമായി സിനിമയ്ക്ക് കൊണ്ടുപോയത്, അവനാണ് ആദ്യമായി എന്നെ ഒരു പെണ്ണിന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ ധൈര്യം തന്നത്, സമൂലം എന്നെ നശിപ്പിച്ചത് അവനാണ്. അവനെ പിന്തുടരാതെ, അവനെ കൂട്ടുകാരനായി വെക്കാതെ എനിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മാർഗത്തെ പുണരാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല നന്മയിലേക്ക് ക്ഷണിക്കുന്ന, പഠിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, റാഗിങ്ങിന് വിളിക്കാത്ത ഒരു നല്ല സഹപാഠിയെ തിരഞ്ഞെടുക്കണം. പിന്നെ അധ്യാപകരോടുള്ള ബന്ധം നല്ല ഊഷ്മളമാവണം. ഗർവ ചെയ്യരുത് എന്ന്, ചെരുപ്പുമാല നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ തോളിലിട്ട് കൊടുക്കരുത് എന്ന്, കരിയോയിൽ അഭിഷേകം ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിക്കരുതെന്ന്. ഇതിന് വിരുദ്ധമായി ആരൊക്കെ നടക്കുന്ന വിദ്യാർത്ഥിത്വത്തിന് അവന് അവകാശമേ ഇല്ല. വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ നിക്കറിട്ടിട്ട് KG പോകുന്നൊരു കുട്ടിയെന്ന് മനസ്സിലാക്കരുത്. 25ഉം 26ഒക്കെ വയസ്സുള്ള നല്ല നല്ല യുവാക്കളാണ് വിദ്യാർത്ഥികൾ. കോട്ടയത്ത് നടന്ന ക്രൂരമായ റാഗിങ്ങിൻ്റെ പ്രതികൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്, നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ക്ഷമയുടെ പര്യായങ്ങളായിട്ടാണ് അവർ അറിയപ്പെടാറ്, നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ. മനുഷ്യൻ്റെ ദുഃഖവും വിഷമവും നീക്കാനാണ് അവരുടെ അധ്വാനം. മുറിവ് കെട്ടുമ്പോൾ എത്ര ആർദ്രമായിട്ടാണ് അവരത് ചെയ്യുക. പരിചരണം നടത്തുമ്പോൾ എത്രമേൽ സ്നേഹത്തോടു കൂടെയാണ് അവരത് ചെയ്യേണ്ടത്. ആ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സഹപാഠിയെ ക്രൂരമായി റാഗിങ് നടത്തുന്നത്. അതുകൊണ്ട് റാഗിങ്ങിനെ കുറിച്ച് നിയമങ്ങൾ നിരവധിയായി നിലവിലുണ്ട് നമ്മുടെ ഇന്ത്യയിലും. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അത് പുതുക്കി പണിതിട്ടുമുണ്ട്. ഞാനതിൻ്റെ നിയമവശങ്ങളൊന്നും അങ്ങനെ പറയല്ല. തൻ്റെ സഹപാഠിയാവട്ടെ, താഴ്ന്ന വിദ്യാർത്ഥിയാവട്ടെ, സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ വിദ്യാർത്ഥിയിൽ ഭീതിയോ ജാള്യതയോ വേവലാതിയോ നാണക്കേടോ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നതിനാണ് റാഗിങ് എന്ന് പറയുന്നത്. കൃത്യമായ നിർവചനമുണ്ട്. ഈ റാഗിങ് ഇല്ലാതെയാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തൊക്കെ മുൻകരുതൽ നടത്തണമെന്നും ബ്രോഷർ അടിക്കുമ്പോൾ പോലും എന്തൊക്കെ പറയണമെന്നും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ച് ഏതൊക്കെ രീതിയിൽ നിർദ്ദേശം കൊടുക്കണമെന്നും ഒക്കെ നിയമങ്ങളുണ്ട്. പിന്നെ 10,000 രൂപയും 2 വർഷം 10,000 രൂപ പിഴയും 2 വർഷം തടവുമൊക്കെ വിധിക്കുന്നുണ്ട്. കോളേജിൽ നിന്നും കോഴ്സിൽ നിന്നും ഡിസ്മിസ് ചെയ്യാനുള്ള നിയമമുണ്ട്. കോളേജിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും പിന്നെ പഠിക്കുന്ന കോഴ്സിൽ നിന്നും ഒഴിവാക്കാനുള്ള നിയമങ്ങളുണ്ട്. നിയമങ്ങളൊക്കെ ഏട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പിന്തുണയോടും കൂടെ റാഗിങ് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടി പോലും 2-3 ആഴ്ച മുമ്പ് എറണാകുളത്തെ ഗ്ലോബൽ സ്കൂളിൽ നിന്ന് 26ാം നിലയിൽ നിന്ന് ചാടിയിട്ടാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. എത്ര ക്രൂരമായ റാഗിങ്ങാണ് ആ കുട്ടി സഹിച്ചത്. കേട്ടത് ശരിയാണെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി വെച്ചിട്ട് കൂട്ടുകാർ ഫ്ലഷ് അടിച്ചു കളിച്ചു എന്നാണ്. ഒരു കുട്ടിയുടെ മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി പിടിക്കുക, അവൻ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പേർ കാലുകൊണ്ട് ചവിട്ടി അമർത്തുക, എന്നിട്ട് ഫ്ലഷ് അടിക്കുക. ആ ക്ലോസറ്റിലെ എല്ലാ മാലിന്യങ്ങളും കൂടെ ആ കുട്ടിയുടെ മുഖത്തും കണ്ണിലും മൂക്കിലും അടിച്ച് കയറി കലങ്ങി ഇറങ്ങുക.
ആ കുട്ടി സമ്പന്ന കുടുംബത്തിലുള്ളതാണ്. ആ സ്കൂളിൽ തന്നെ സമ്പന്നന്മാരെ പഠിക്കാറുള്ളൂ എന്നാണ്. 26-ാം നിലയുള്ള ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു. ഇതാണോ വിദ്യാർത്ഥിത്വം? ഇങ്ങനെയാണോ വിദ്യാർത്ഥികൾ വളരേണ്ടത്? നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കൃത്യമായി നടപടിക്രമങ്ങൾ ചെയ്ത് പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാടെത്തിയാൽ പതിയെ 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 അതൊക്കെ കുറഞ്ഞു വരും. ഓരോരുത്തർ അവനവൻ്റെ കുട്ടികളെ ന്യായീകരിക്കാൻ നിൽക്കും, സ്വാഭാവികം. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും ന്യായീകരിച്ച് ഇത്തരം ചില റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം വരും. അത് ശരിയായിരിക്കും. പക്ഷെ അവരുടെ എല്ലാ സുരക്ഷയും പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടാവും. ഇന്ന പാർട്ടി എന്നല്ല, എല്ലാ പാർട്ടിയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 10-15 പേർ ചേർന്ന് ഒരു കലോത്സവത്തിൻ്റെ ചെറിയ തർക്കത്തിന് വേണ്ടി ഒരു യുവാവിനെ ചുറ്റുഭാഗം നിന്ന് കമ്പി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ച് കൊല്ലാനാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടി അങ്ങനെ അടിക്കൂല, പേപ്പട്ടിയെ അவ்விധം ഒരു മനുഷ്യനടിക്കാൻ കഴിയില്ല. സഹപാഠിയെ ഇவ்விധം അടിക്കുന്നു. ഇത് മറ്റൊരു പാർട്ടിക്കാരാണ്. അപ്പൊ എന്നെ പാർട്ടിയൊന്നും കണക്കൊന്നുമില്ല. ധാർമ്മിക വിദ്യാഭ്യാസം അല്ലാതെ അവരെ വളർത്തുന്നു, പിന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് കിട്ടുന്നു. അപ്പൊ കുട്ടികൾ ആരാൻ്റെ മക്കളെ പീഡിപ്പിച്ച് ക്രൂരമായി ആക്രമിച്ച് മുറിവേൽപ്പിച്ച് അടിച്ചു കൊന്ന് ആനന്ദം കണ്ടെത്തുന്നു. ഈ സാഡിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മുതിർന്ന രാഷ്ട്രീയക്കാരൊക്കെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അവനവൻ്റെ സ്വാധീനമനുസരിച്ച് നേതാക്കൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിയമങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഒന്നുകിൽ ആത്മീയമായി വിഷയങ്ങളെ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ ഭൗതികമായി നിലവിലുള്ള ശിക്ഷകൾ കൃത്യമായി നടപ്പിലാക്കണം. രണ്ടും ചെയ്യാത്ത വിധം മക്കൾക്ക് സ്കൂളിൽ പോകാൻ ഭയപ്പെടേണ്ട കാലം വരും. ഇന്ത്യയുടെ സ്കൂളുകളെ കുറിച്ച് ലോകാരംഗത്ത് തന്നെ റാങ്കിങ്ങിന്റെ വിഷയത്തിൽ വലിയ ഉഷാറാന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. റാങ്കിങ് ആവട്ടെ, മറ്റൊരാളെ ഉപദ്രവിക്കുന്ന ഏതൊരു സംഗതി ആവട്ടെ, പടച്ച റബ്ബ് അത് വളരെ ഗൗരവത്തിൽ കാണും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ പോലും വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാഭിമാനം ചിരട്ടമാലിട്ടിട്ട് സ്കൂൾ കൂടി കൊണ്ടുനടക്കരുതെന്ന്, മുണ്ട് കീറിയിട്ട് ആ മുണ്ടുടുപ്പിക്കാൻ നിർബന്ധിപ്പിക്കരുതെന്ന്, മലം ചേർത്ത് വസ്ത്രം വൃത്തികേടാക്കിയിട്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂൾ ആസകലം നടക്കാൻ ഒരിക്കലും നിർബന്ധിക്കരുതെന്ന്. ആത്മാഭിമാനം വളരെ പ്രധാനമാണ്. ആത്മാഭിമാനം ലംഘിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. സമ്പത്ത് ഒരാളുടേതു നിങ്ങൾ അപഹരിക്കാൻ പാടില്ല, ഒരാളെയും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അതായത് ധനം, രക്തം, ആത്മാഭിമാനം ഇത് മൊത്തം നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. മറ്റൊരാളുടേത് നിങ്ങളത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് നിരവധിയായ ഹദീസുകളും ആയത്തുകളിൽ നിന്നും നമുക്ക് ഈ അക്രമങ്ങളുടെ ഭീകരത മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസ്, അക്രമം എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിലെ അന്ധകാരമായിരിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ ആകെ ഇരുട്ടുപിടുങ്ങുന്നു, മുന്നോട്ട് നടക്കാൻ കഴിയില്ല. അക്രമകാരി വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. 7 ഭൂമിയുടെയും അത്രയ്ക്ക് അവനെ ചുറ്റിബന്ധിക്കുമെന്ന് ബുഖാരി തങ്ങൾ തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം. അക്രമത്തെ പല വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാതെയാക്കി. ഒരു ദിവസം അവിടുന്ന് ക്ലാസ് എടുത്തു. അക്രമിയാവട്ടെ ആക്രമിക്കപ്പെടുന്നവനാവട്ടെ നിങ്ങൾ അവരെ സഹായിക്കണം. ഫഖാല റജുലുൻ, സദസ്യരിൽ ഒരാൾ അന്വേഷിച്ചു, യാ റസൂലല്ലാഹ് ഉൻസുറുഹു ഇദാ കാന മദ്ലൂമ, അക്രമത്തിന് വിധേയനായ ആളെ ഞങ്ങൾ സഹായിക്കും, അതൊക്കെ. പക്ഷേ അങ്ങ് ലാലിമിനെയും സഹായിക്കാൻ പറയുന്നു. ഒരാൾ അക്രമിയാണെങ്കിൽ എങ്ങനെയാണ് അവനെ ഞങ്ങൾ സഹായിക്കുക? അക്രമിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഇവൻ അക്രമിയാണെങ്കിൽ അവനെങ്ങനെ ഞങ്ങൾ സഹായിക്കുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനെ നീ അക്രമത്തിൽ നിന്ന് വിലങ്ങണം. ഫഇന്ന ദാലിക നസ്റുഹു, ഇതാണ് അവനെ സഹായിക്കൽ. 5 പേർ ഒന്നിച്ച് നിന്നിട്ടൊരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കല്ല. ഒരുത്തിന് ശൈത്താൻ കയറിയിട്ട് അവൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അവനെ തടയണം. പാടില്ലടാന്ന് പറയണം. പാട്ട് പാടിപ്പിച്ച് നടക്കുക, ഡാൻസ് ചെയ്യിപ്പിച്ച് നടക്കുക, തവളച്ചാട്ടം ചാടിക്കുക, ഇതൊക്കെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതാണ്. പാടില്ല. ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ട് തവളച്ചാട്ടം ചാടിക്കുക, സ്കൂളിന്റെ ഗ്രൗണ്ട് മൊത്തം തവള ചാടും പോലെ ചാടുക, ഒറ്റക്കാലിൽ നടത്തുക, പാട്ട് പാടിപ്പിക്കുക, ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. ഇത് ആത്മാഭിമാനം തടയുന്നതാണ്. ഇത്തരം എല്ലാ സംഗതികളും ആരൊക്കെ നടത്തുന്നു
അവരെ പ്രതിരോധിക്കണം. ഇതാണ് അക്രമിയോടുള്ള സഹായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുൽ, അക്രമത്തെ, ക്രൂരതയെ, പീഡനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ ളുൽമ ളുലുമാതി യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ അന്ധകാരമായി രൂപപ്പെടും.